കേരളം ആരംഭിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നാണ് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മനോഹരമായ ഒരു പ്രഭാതമാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ സഞ്ചാരികളുടെ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വിജനമാണ്. രാവിലെ 7:30 മണിക്കാണ് ഇവിടെ പാർക്ക് തുറക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഹബ്ബായി തിരുവനന്തപുരത്തെ ടൂറിസം ഹബ്ബായി ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ സാഹസിക വിനോദസഞ്ചാരമൊക്കെ ഇവിടെ ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ പ്രഭാത കേരളം ആരംഭിക്കുന്നത്. ഒരുപാട് വാർത്തകൾ അതുപോലെയുള്ള ഒരു ദിവസം കൂടിയാണ്. നിരവധി വാർത്തകളുള്ള ദിവസമാണ്. വാർത്തകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഇന്നും തലസ്ഥാനം തന്നെയായിരിക്കും വാർത്തകളുടെ ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ ദിവസവും നിയമസഭാ സംഘർഷമായി നമ്മൾ കണ്ടതാണ്. ഇന്നും അതിനുള്ള സാധ്യതകൾ തന്നെയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിൽ തന്നെ സഭ പിരിയേണ്ട ഘട്ടം വരുന്നു. പിന്നെ 11:30 സഭ ഇന്നലത്തേക്ക് പിരിയുകയായിരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന 2 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ സർക്കാർ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ സഹകരിക്കൂ എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഏതായാലും 30-ാം തീയതി വരെ സഭയുടെ കാര്യപരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ബഹളം, പ്രതിപക്ഷം ഒരു സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്ന തരത്തിൽ ബഹളം ഉണ്ടാക്കുന്നില്ല. ഒപ്പം ഭരണപക്ഷവും ഏതായാലും സഭ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട തീരുമാനത്തിലാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം യുവതി ആക്രമിക്കപ്പെട്ട സംഭവമുണ്ട്. അത് വീണ്ടും ചർച്ചയാക്കാനുള്ള ശ്രമം ഇന്നും സഭയിൽ പ്രതിപക്ഷം നടത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ സ്ത്രീകൾക്ക് നേരെ 2 അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും. ആ 2 വിഷയങ്ങളും സഭയിൽ ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. മറ്റൊന്ന്, ഇന്നലെ നമ്മൾ ദേവികുളം MLA A. രാജയുടെ അയോഗ്യത, അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന രീതിയിൽ പരാമർശമുണ്ട്. MLA സ്ഥാനം നഷ്ടപ്പെട്ടു. CPM-ന് അത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഈ വിഷയം അതിജീവിക്കാനുള്ള ശ്രമത്തിൽ പാർട്ടിയുണ്ട്. CPM സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സെക്രട്ടേറിയറ്റ് അതിനുള്ള അനുമതി നൽകിയിരുന്നാലും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് രാജയുടെ നീക്കം. അതുവരെ ഹൈക്കോടതി വിധി നിലവിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. വിധി വന്ന ശേഷം തന്നെ ഇന്നലെ രാജ സഭയ്ക്കുള്ളിൽ പുറത്തു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതി വിധി അനുകൂലമായാൽ മാത്രമേ രാജയ്ക്ക് സഭയ്ക്കുള്ളിൽ ഇന്നു മുതൽ സഭയിലെ സഭാ നടപടികളിൽ രാജയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ പിന്നെ നമ്മൾ രാത്രി വലിയ തോതിൽ നൽകിയ ഒരു വാർത്തയാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ യൂണാറ്റ കമ്മിറ്റി സന്തോഷ് ഈപ്പനെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത. സന്തോഷ് ഈപ്പൻ ഇപ്പോൾ ED-യുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വലിയ തോതിൽ കൂടുതൽ അറസ്റ്റുകൾ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഇന്ന് സന്തോഷ് ഈപ്പനെ ED കോടതിയിൽ ഹാജരാക്കുമെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കൊച്ചിയിൽ നിന്നും സംഭവിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ അരിക്കൊമ്പനെ കൂട്ടിലാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം RRT സംഘം അവിടെ എത്തുന്നു, കുങ്കിയാനകൾ അവിടെ എത്തുന്നു. ഇന്നിപ്പോൾ അരുൺ സക്രയുടെയൊക്കെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം അവിടെ ചേരുന്നതാണ്. അതിൽ കൃത്യമായ ഒരു ധാരണയുണ്ടാകും. ഒരു താൽക്കാലിക ഡമ്മി റേഷൻ കട നിർമ്മിച്ച് അരിക്കൊമ്പനെ അങ്ങോട്ട് ആകർഷിച്ച് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ്. വലിയൊരു പദ്ധതിയാണ്. വകുപ്പിന്റെ മറ്റൊരു വലിയ ഒരു പ്രോജക്റ്റ് ഇടുക്കിയിൽ നടപ്പാക്കാൻ പോകുന്നു. അതിന്റെ സമഗ്രമായ വാർത്തകളും വിശേഷങ്ങളും ഏതായാലും വരും മണിക്കൂറുകളിൽ ഞങ്ങൾ നൽകും. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസമാണ് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ അദ്ദേഹം കാലം ചെയ്തത്. അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് ആരംഭിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട വൈദികരുടെയൊക്കെ സാന്നിധ്യത്തിലാകും ഈ ചടങ്ങുകൾ നടക്കുക. അതിൻ്റെയും തത്സമയ സംപ്രേഷണവും വാർത്തകളും ഒക്കെ വരുന്ന മണിക്കൂറുകളിൽ ന്യൂസ് 8-ലൂടെ പ്രേക്ഷകർക്ക് കാണാം. തലശ്ശേരി കഴിഞ്ഞ ദിവസത്തെ ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം, അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ കടുക്കുകയാണ്. ഇന്നിപ്പോൾ MA ബേബി ബിഷപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. ആദ്യ വിമർശനമാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഇതടക്കം വാർത്തകൾ നിരവധിയാണ്. നമുക്ക് വിശദമായി തന്നെ ഇതിലൊക്കെ എത്താം. ആദ്യം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കാം. ഞങ്ങളുടെ പ്രതിനിധികൾ ഉമേഷ് ബാലകൃഷ്ണൻ. ഇന്നും കാര്യങ്ങൾ അത്ര ശുഭകരമാവില്ല. പ്രതിപക്ഷം ചെറിയ ഈ പ്രതിഷേധം ഇന്നലെ ചോദ്യോത്തരങ്ങളിലൊക്കെ നടത്തിയിരുന്നു.
സഭ ഇന്നലത്തേക്ക് പിരിഞ്ഞു. ഇന്നും സഭ തുടരും. അപ്പോഴും ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. ഇന്നലെയും മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. തുടർച്ചയായി 5-ാം തവണയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി തേടാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും ഭരണകക്ഷിയും ഒരു തരത്തിലും വഴങ്ങുന്നുമില്ല. സ്വാഭാവികമായും ഈ പേട്ടയിലെ വിഷയം കൂടി ഇന്ന് സഭയിൽ എത്തുമ്പോൾ അതിൽ ഏത് രീതിയിലുള്ള മറുപടിയായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക, മുഖ്യമന്ത്രി ആ വിഷയത്തിൽ മറുപടി പറയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഈ വിഷയം, ഈ യുവതി ഇങ്ങനൊരു സംഭവം ഉണ്ടായ ശേഷം തന്നെ പോലീസിൽ വിളിച്ച് പരാതിപ്പെടുന്നു. നേരിട്ട് വന്ന് പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കൂ എന്ന് പറയുന്നു. പിന്നീട് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിന് 3 ദിവസം ശേഷമാണ് കേസെടുത്ത് അന്വേഷിക്കുന്നത്. അതും പോലീസ് ഉഴപ്പുന്ന സാഹചര്യമാണ് കണ്ടത്. പിന്നീട് ഇത് മാധ്യമങ്ങളുടെയൊക്കെ ഈ വാർത്ത വിവാദമായ ശേഷമാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്കും പോലീസ് പോകുന്നത്. പിന്നെ മുഖ്യമന്ത്രി എന്ന ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അത് വളരെ കാരണം തിരുവനന്തപുരം നഗരത്തിലുണ്ടായ ഒരു സംഭവത്തിൽ ഇത്ര അനാസ്ഥ പോലീസിന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഗൗരവമേറിയ പ്രശ്നമാണ്. സംഭവമാണ്. ഇതിനു മുമ്പ് മ്യൂസിയം ഭാഗത്ത് 2 തവണയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹം സ്വാഭാവികമായും ഇന്ന് മറുപടി പറയുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ഇനി പോകുന്നത് കൊച്ചിയിലേക്ക് പോകണം. കൊച്ചിയിൽ ഇന്നലെ രാത്രി വൈകിയും തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്ന വാർത്തയാണ് സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ്. കാരണം ഈ ലൈഫ് മിഷൻ കോഴക്കേസിൽ വളരെ പ്രധാനപ്പെട്ട അറസ്റ്റുകളിൽ ഒന്നായി അത് മാറുകയാണ്. ഇനിയും തുടർ നടപടികൾ, തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരവും ഇഡിയുടെ സോഴ്സുകൾ നമുക്ക് നൽകുന്നുണ്ട്. അവിടെ ഡാനി വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ സംഭവിക്കുന്നു. സന്തോഷ് ഈപ്പൻ ഇഡിയുടെ കസ്റ്റഡിയിലാണ്. കൂടുതൽ വിവരങ്ങൾ ഏതാണ്ട് 4 കോടി രൂപയ്ക്കടുത്ത് സന്തോഷ് ഈപ്പൻ കോഴ നൽകിയെന്ന് പുള്ളി തന്നെ സമ്മതിച്ചിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകും. കൂടുതൽ വിവരങ്ങൾ ഇഡിക്ക് തേടേണ്ടി വരും, ലഭിച്ചിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത, ഇതിൽ ഇഡി ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി നടത്തുന്ന 2ാമത്തെ അറസ്റ്റാണിത്. ആദ്യം ശിവശങ്കർ ആയിരുന്നു. ഇപ്പോൾ സന്തോഷ് ഈപ്പൻ, യൂണിടാക് MD, അതിൻ്റെ ഉടമയോ അവരായിരുന്നു കരാറുകാർ. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഭവന നിർമ്മാണ കരാർ എടുത്തിരുന്ന അവർ കമ്പനി ഇതായിരുന്നു. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഈ സന്തോഷ് ഈപ്പൻ എപ്പോഴെല്ലാം ഇതിൽ ആരോപണ വിധേയ, അതായത് CBI കേസ് അന്വേഷിച്ചിട്ടുണ്ട്. നേരത്തെ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലും സന്തോഷ് ഈപ്പൻ വന്നിരുന്നു. ഈ കേസുകളിലെല്ലാം ചോദ്യം ചെയ്യപ്പോൾ ഈ സന്തോഷ് ഈപ്പൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് താനിത് നൽകിയിട്ടുണ്ട് എന്നതാണ്. 4.5 കോടിയോളം രൂപ താൻ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ എന്ന രീതിയിൽ ഇത് പറയുന്നത് ഇത് കമ്മീഷൻ തുകയാണ്. ഇത് കരാറ് തനിക്ക് ലഭിച്ചതിന് അതിൽ കൊടുക്കുന്ന കമ്മീഷൻ തുകയാണ്. ഇത് എല്ലായിടത്തും എല്ലാ കരാറിനും കൊടുക്കാനുള്ള തുകയാണ്. പലയിടത്തും തന്നെയുണ്ട് ലോകത്ത്. എല്ലായിടത്തും ഇത്തരം കരാറുകൾ എടുക്കുമ്പോൾ, പല കരാറുകൾ എടുക്കുമ്പോൾ അത് കൊടുക്കുന്ന കമ്മീഷൻ തുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. അത് കമ്മീഷൻ തുകയായിട്ട് നൽകിയതാണ്. നിങ്ങൾ പറയുന്നത് പോലെ അത് കോഴയല്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസ് അതിൻ്റെ ഒരു മാനങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ഇത് ഗുരുതരമായ രീതിയിലേക്ക് ഈ സന്തോഷ് ഈപ്പൻ്റെ അറസ്റ്റ് കൂടി വരുമ്പോൾ അത് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പങ്ക് ആർക്കെല്ലാമാണ് കൊടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടി വരിക. അതിൽ ശിവശങ്കറിൻ്റെ അടക്കമുള്ള പങ്കുകൾ നേരത്തെ തന്നെയും സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ അവരെല്ലാം തന്നെ ഈ കേസിൽ പ്രതിയാണ്. ഇവരെല്ലാം തന്നെ മൊഴികളിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പങ്കുണ്ട്. അതുമാത്രവുമല്ല, മറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പലരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ തന്നെയാണ് സന്തോഷ് ഈപ്പൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അത് സന്തോഷ് ഈപ്പൻ്റെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും കസ്റ്റഡിയിൽ വാങ്ങും. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് ഇഡി കടന്നേക്കും. കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യലുകളിലേക്കും ഇനി നേരത്തെ ചോദ്യം ചെയ്തു പോയ പലരെയും ഒരുപക്ഷെ തിരിച്ച് വീണ്ടും തന്നെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിടയ്ക്ക് മാഞ്ഞുപോയ ഈ ലൈഫ് മിഷൻ കേസ് അത് വീണ്ടും സജീവമാവുകയാണ്. ഇഡിയുടെ കടന്നുവരവോടെ 2 അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകാൻ തന്നെ സാധ്യത, കൂടുതൽ അറസ്റ്റിനും തന്നെയാണ് വളരെ സജീവ സാധ്യതയുള്ളത്. രഞ്ജിത്ത, തീർച്ചയായും ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സന്തോഷ് ഈപ്പനെ ഇഡി ഇന്ന്
കോടതിയിൽ ഹാജരാക്കുന്ന പുറത്തു വരുന്ന വാർത്തകളൊന്ന് സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് തുടങ്ങി ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട വിവിധ ആളുകളുടെ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഇ ഡി രേഖപ്പെടുത്തുമെന്നാണ്. അതായത് കൂടുതൽ തെളിവുകൾ ഇ ഡി തേടുന്നു, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു, കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുന്നു. സ്വാഭാവികമായും അത്തരം സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നമുക്ക് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ലോ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥി പ്രതിനിധികളുമായി പ്രിൻസിപ്പൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ തീരുമാനമാകാത്ത സാഹചര്യമാണ് ഉണ്ടായി. ഇന്നിപ്പോൾ വീണ്ടും വിദ്യാർത്ഥി പ്രതിനിധികളുമായി പ്രിൻസിപ്പൽ ചർച്ച നടത്തുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? ഒരു സമാധാനത്തിലേക്ക് എത്തിയേക്കുമോ കാര്യങ്ങളെല്ലാം? ഇന്നലെ ഒരു സമാധാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ സമാധാനത്തിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ചർച്ച നടത്തുന്നത്. ഇതിൽ പ്രധാനമായി രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന് SFI KSU സംഘർഷം. അതിൽ ഒരു തീരുമാനമാക്കി കഴിഞ്ഞാൽ ക്ലാസുകൾ തുടങ്ങാം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ അധികൃതരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് SFI KSU പ്രതിനിധികളുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായി 24 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് പിൻവലിക്കണമെന്നാണ് SFIയുടെ ആവശ്യം. അതുകൂടാതെ KSUവിൻ്റെ കൊടിമരം തകർത്തിരുന്നു. ആ കൊടിമരം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം KSU ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ സമവായ ശ്രമത്തിൻ്റെ ഭാഗമായി സസ്പെൻഷൻ കാലാവധി ഒരുപക്ഷെ വെട്ടിക്കുറച്ചേക്കും. അതുകൂടാതെ ഈ കൊടിമരം പുനഃസ്ഥാപിക്കാനുള്ള അനുമതി കോളേജ് അധികൃതർ KSUവിന് നൽകിയേക്കും. പക്ഷേ കോളേജ് അധികൃതർ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം, കോളേജിനകത്ത് ഇത്തരത്തിൽ കൊടിമരങ്ങൾ, രാഷ്ട്രീയ കൊടിമരങ്ങൾ, വിദ്യാർത്ഥി സംഘടനകളുടെ കൊടിമരങ്ങൾ പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൊടിമരങ്ങളും പാടില്ല എന്നുള്ള നിലപാട് ചില അധ്യാപകർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടി ഒരു തീരുമാനമാകേണ്ടതുണ്ട്. KSU കൊടിമരം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അത് അകത്താണോ പുറത്താണോ? പുറത്തേക്ക് കൊടിമരം സ്ഥാപിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ SFIയും അവരുടെ കൊടിമരം പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും അക്കാര്യത്തിലും ഒരു സമവായം ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം അധ്യാപികയ്ക്ക് നേരെ നടന്ന അക്രമം അത് പ്രത്യേകം തന്നെ പരിഗണിച്ചാൽ മതി എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കോളേജ് അധികൃതർ ഉള്ളത്. കാരണം ആ വിഷയത്തിൽ ഒരു സമവായം വേണ്ട എന്നുള്ള നിലപാടാണ്. അതിൽ എന്താണ് അധ്യാപികയുടെ നിലപാട്? ആ നിലപാട് തുടർന്ന് പോകട്ടെ. കേസിന് പോവുകയാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോകട്ടെ. അത് ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തി പരിഹരിക്കേണ്ട വിഷയമല്ല. ഒരു അധ്യാപികയ്ക്ക് നേരെ ഉണ്ടായ അക്രമമാണ്. സ്വാഭാവികമായി അത് പ്രത്യേകമായി തന്നെ പരിഗണിക്കണം. അത് അധ്യാപികയുടെ തീരുമാനത്തിനനുസരിച്ച് അധ്യാപിക മുന്നോട്ട് പോകും. അതിന് പൂർണ്ണ പിന്തുണ കോളേജ് അധികൃതർ നൽകും എന്നുള്ളതാണ് കോളേജ് അധികൃതരുടെ തീരുമാനം. എന്തായാലും നിലവിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപികയുടെയും തീരുമാനം. എന്നാൽ അധ്യാപികയുടെ പരാതി വ്യാജമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ SFI ആരോപിച്ചിരുന്നു. എന്തായാലും ആ ആരോപണത്തിൽ SFI ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ക്ലാസുകൾ തുടങ്ങുക എന്നുള്ള നിലപാട്, അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ അവർ സൂചിപ്പിച്ചിരുന്നു. KSU അടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ക്ലാസുകൾ തുടങ്ങാനുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് നേരത്തെ പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായി ക്ലാസുകൾ തുടങ്ങിയാൽ മാത്രമേ ഇലക്ഷൻ പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ നേരത്തെ അത് മരവിപ്പിച്ചിരുന്നു. അത് വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഇലക്ഷൻ അടക്കം നടക്കണമെങ്കിലും ക്ലാസുകൾ തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഈ SFI KSU സമരത്തിൽ അല്ലെങ്കിൽ KSU സംഘർഷത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകും. പക്ഷേ അധ്യാപികയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോഴുള്ളത്. രഞ്ജിത്ത്, ഏതായാലും ആ സംഘർഷം അത് ലഘൂകരിക്കാൻ ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ രണ്ട് രാഷ്ട്രീയ സംഘടനകളും ഒരു സമവായത്തിന്റെ പാതയിൽ എത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ കോളേജിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും കൊച്ചിയിലേക്ക് പോകാം. ബ്രഹ്മപുരത്തും തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോഴും 7 വർഷത്തെ കരാർ രേഖകൾ ഹാജരാക്കാനാണ് കോടതി കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് സ്വാഭാവികമായും കേസ് കോടതിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിഷേധങ്ങൾ അത് ഈ പറഞ്ഞ പോലെ ഒരു 100 കോടി രൂപ കോർപ്പറേഷന് പിഴ അടയ്ക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ കോർപ്പറേഷന്റെ തീരുമാനം, നിയമ നടപടികളടക്കം തീരുമാനിക്കേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഡാനി, അങ്ങനെ ബ്രഹ്മപുരത്ത് പുകയടങ്ങുന്നില്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പ്രതിഷേധങ്ങളുണ്ട്, നിയമ നടപടികളുണ്ട്, കോർപ്പറേഷന്റെ ആശയക്കുഴപ്പമുണ്ട്. ആകപ്പാടെ ബ്രഹ്മപുരം വീണ്ടും പുകഞ്ഞു കത്തുകയാണോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവർക്കെതിരെ കേസെടുത്ത സംഭവങ്ങളുടെ KPCC പ്രസിഡന്റിനെതിരെ അടക്കം കേസുണ്ടാകുന്നു. അത് കലാപാഹ്വാനത്തിന് കേസുണ്ടാകുന്നു. പിന്നീട് ഒരു കൗൺസിലർക്കെതിരെ MJ അരിസ്റ്റോട്ടലിനെതിരെ മറ്റൊരു കേസുണ്ടാകുന്നു. ഫയലുകൾ കടത്തി എന്ന് പറഞ്ഞ
ആ കേസ് സെക്രട്ടറി തന്നെ കൊടുക്കുന്നു. അതിന് CCTV ദൃശ്യങ്ങൾ കൊടുക്കുന്നു. ചില ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട സുപ്രധാന രേഖകളുടെ പകർപ്പ് അദ്ദേഹം എടുത്തുകൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ UDF കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്നത്. KPCC പ്രസിഡന്റിനെതിരെ കേസെടുത്ത് മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുന്നതുകൊണ്ടും ഇതിൽ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വരും ദിവസങ്ങളിൽ സമരത്തിലേക്ക് നീങ്ങുന്നു. കമ്മീഷണർ ഓഫീസ് അടക്കമുള്ള മാർച്ച് ഉണ്ടാകും. പോലീസിനെ ഉപയോഗിച്ച് പേടിപ്പിക്കേണ്ടതില്ല എന്നതടക്കമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമരവും വലിയ കടുത്ത പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത. ഇത് ബജറ്റ് ചർച്ചകളിലേക്ക് കോർപ്പറേഷൻ കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് പ്രതികരിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. കഴിഞ്ഞ 7 വർഷത്തെ ഫയലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കർശനമായ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇതിൽ നേരത്തെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിയുണ്ടായിരുന്നു. 100 കോടി രൂപയോളം ഇതിൽ അടക്കണമെന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൊച്ചി കോർപ്പറേഷനെ നഗരസഭയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി പരിഗണനയ്ക്ക് കേസ് രണ്ടാമത് വരുന്നത്. 7 വർഷത്തെ അടക്കം എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കണം. അതുകൊണ്ട് ഇന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ദയവും നഗരസഭയോട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മപുരത്തെ തീ അണയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും അടുത്ത കാലത്തൊന്നും കൊച്ചിൻ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിരുന്ന വിവാദങ്ങൾ അടങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ വിവാദങ്ങൾ അണയുന്നില്ല. ഒപ്പം ഈ ബ്രഹ്മപുരം അങ്ങനെ കൊച്ചി കോർപ്പറേഷന്റെ മുകളിൽ കഴുതലായി നിൽക്കുകയാണ്. 100 കോടി രൂപ എന്ന വലിയ തുക, അതിന്റെ പിഴയുടെ ഒരു മാനക്കേടിൽ കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. നമുക്കിനിയും മലപ്പുറത്തേക്ക് അവിടുന്ന് CV അനുമോദുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി മണ്ഡല സന്ദർശനത്തിനായി കേരളത്തിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഇന്നലെ കണ്ണൂരാണ് 4:30 വിമാനം ഇറങ്ങിയത്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അദ്ദേഹം എത്തുക, ഏതൊക്കെ പരിപാടികളാണ് പങ്കെടുക്കുക, എങ്ങനെയാണ് ആ ഒരു ഷെഡ്യൂൾ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഞാനിപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രയുടെ ഇടയിലാണ്. രാഹുൽ ഗാന്ധി ഇന്ന് 3 പരിപാടികളിലാണ് വയനാട്ടിൽ പങ്കെടുക്കുക. ഒന്ന്, ഒരു ബാംഗ്ലൂർ ഹൗസിംഗ് സൊസൈറ്റി നിർമ്മിച്ച് നൽകിയ വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ്. അത് വയനാട് മുക്കൽ എന്ന സ്ഥലത്താണ്. രണ്ടാമതായിട്ട് കൽപ്പറ്റയിൽ UDFന്റെ ജനപ്രതിനിധികളുടെ ഒരു യോഗത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടി ഉള്ളത്, ഏക പരിപാടി അതാണ്. അത് ഉച്ചയ്ക്ക് ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് കൽപ്പറ്റയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയത്. മുക്കത്ത് താക്കോൽദാന ചടങ്ങിൽ, ഒരു വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിൽ അദ്ദേഹം വേദിയിൽ സ്ത്രീകളുടെ അസാന്നിധ്യം വലിയ തോതിൽ ഉണ്ട് എന്നും അത് വലിയ വിമർശനത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 50% ഇല്ലെങ്കിലും 15% സംവരണമെങ്കിലും സ്ത്രീകൾക്ക് നൽകേണ്ടതുണ്ട്. സദസ്സിൽ വേദിയിൽ സ്ത്രീകൾ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ ഇന്നലെ ഉന്നയിച്ചത്. തന്നെ പോലീസിനെ അയച്ച് ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ ശ്രമിച്ചിട്ട് കാര്യമില്ല, താൻ അങ്ങനെ ഭയക്കുന്ന ആളല്ല. അതുപോലെ ഈ BJPക്കെതിരെ അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ നടത്തിയിരുന്ന വിമർശനങ്ങൾ അത് ഒന്നുകൂടി മൂർച്ച കൂട്ടി അദ്ദേഹം ഈ പ്രസംഗങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. 2 പരിപാടികൾ, അത് രാഷ്ട്രീയ പരിപാടികൾ, അതിലൊന്ന് മാത്രമാണുള്ളത്. അത് UDF ജനപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയാണ്. അത് ഉച്ചയ്ക്ക് 11:45 നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒരു പരിപാടിയിൽ രാഹുൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 പരിപാടികൾക്ക് ശേഷം അദ്ദേഹം 4:30 കണ്ണൂരിലേക്ക് മടങ്ങിപ്പോകും. കണ്ണൂർ വിമാനത്താവളം വഴിയാണ് അദ്ദേഹം തിരിച്ച് ദില്ലിക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് തിരക്കിട്ട പരിപാടികളാണ് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ മണ്ഡലമായ വയനാട്ടിൽ അദ്ദേഹത്തിന്റെ ഈ
പൊളിറ്റിക്കൽ പ്രോഗ്രാമിലടക്കമുള്ള പ്രധാന പ്രതികരണങ്ങൾ കാത്തിരിക്കുന്നു. കാരണം ഇന്നലെ കർണാടകയിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക്, അത് ഡിഗ്രി പാസ്സായവർക്കും ഒപ്പം മറ്റ് വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുമൊക്കെ പണം, ഈ ഒരു സ്റ്റൈപ്പൻ നൽകുക എന്ന സംവിധാനം, അത് കർണാടകയിൽ വലിയ അത്ഭുതമായിരുന്നു. BJPക്കെതിരെയുള്ള വലിയൊരു പ്രചരണമായി അത് ഒരു പക്ഷേ കോൺഗ്രസ് കൊണ്ടുവന്നേക്കാം. അങ്ങനെ കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് കാലേകൂട്ടി മുന്നിലിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അതിനുള്ള നേതൃത്വം രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കേരളത്തിലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിരവധി വാർത്തകൾ നമ്മളോട് ഇതിനോടകം പരിശോധിച്ചു. ഇനിയും വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും പ്രഭാത കേരളം തുടരുകയാണ്. അതിനു മുമ്പ് ചെറിയൊരിടവേള. റബ്ബറിന് 300 രൂപയാക്കിയാൽ കേരളത്തിൽ BJPക്ക് MP ഉണ്ടാകുമെന്ന തലശ്ശേരി ബിഷപ്പിന്റെ നിലപാടിനെ പിന്തുണച്ചാണ് കർഷക സംഘടനകൾ രംഗത്ത് വരുന്നത്. കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള കർഷക സംഘടനകളാണ് മാർ ജോസഫ് പാപ്ലാനിക്കൊപ്പം. കാലങ്ങളായി കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന സംഘടനകളാണ് ഇതെല്ലാം. തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി രൂപതകൾക്ക് ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ്. ബഫർ സോൺ, വന്യജീവി ശല്യം, കാർഷിക വിളകളുടെ വിലയിടിവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചാൽ BJPക്കൊപ്പം നിൽക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ കൂടെ പൂർണ്ണമായി 100% ഞങ്ങൾ നിൽക്കുകയാണ്. മാത്രമല്ല, ഈ പിതാവ് പറഞ്ഞിരിക്കുന്നത് BJP എന്നുള്ളത് മാത്രമല്ല, ഇതും ഇടതുപക്ഷത്തിന് ഏറ്റെടുക്കാം, വലതുപക്ഷത്തിന് ഏറ്റെടുക്കാം, BJPക്ക് ഏറ്റെടുക്കാം. ആരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, അവരുടെ കൂടെ നിൽക്കും. കാരണം ഇങ്ങോട്ട് കാണിക്കുന്ന നന്ദി അങ്ങോട്ട് കാണിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആവശ്യങ്ങൾ പരിഗണിക്കാൻ BJP മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടി മുന്നിട്ടിറങ്ങിയാലും പിന്തുണയ്ക്കുമെന്നും മലയോര മേഖലയിലെ കർഷക സംഘടനകൾ ആവർത്തിക്കുന്നു. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. CPMന്റെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിക്കെതിരെയുള്ള പ്രതികരണം ഇന്നലെയൊക്കെ വളരെ കരുതലോടെയാണ് CPMും മറ്റ് കോൺഗ്രസും ഒക്കെ പ്രതികരിച്ചെങ്കിലും ഇന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ആർച്ച് ബിഷപ്പിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. നീ എനിക്ക് കിലോയ്ക്ക് 300 രൂപ തന്നാൽ എനിക്ക് മറ്റൊരു തത്വവുമില്ല എന്ന് പറയുന്നു. ഇത് ക്രിസ്തീയ വിശ്വാസമല്ല. കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തുവിന്റെ നീതിബോധം പേറുന്നവരാണ്. അവർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല. ഫാദർ സ്റ്റാൻ സ്വാമിയെയോ ആക്രമിക്കപ്പെട്ട മറ്റു ക്രിസ്തീയ വിശ്വാസികളെയോ കുറിച്ച് മാത്രമല്ല ക്രിസ്ത്യാനികൾ ആലോചിക്കേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ്, അല്ലാതെ 300 രൂപയോ അധികാരത്തിന്റെ ശീതളച്ചായോ തരുന്നവരുടെ കൂടെ നിൽക്കാനല്ല എന്നും MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. വളരെ പ്രധാനപ്പെട്ട വിമർശനം CPMന്റെ ഭാഗത്ത്. കാരണം ഇന്നലെയും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് പാംപ്ലാനി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ മുറിവ് സ്റ്റിച്ചിടുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിന്തുണയുമായി മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടന എന്ന വാർത്തയാണ്. രോഗികൾക്ക് ചികിത്സയ്ക്ക് ശേഷം നടത്തിയ ശസ്ത്രക്രിയകളിൽ ഒന്നും തന്നെ അണുബാധ പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നില്ല. സങ്കീർണമായ ഒരവസ്ഥയിലാണ് രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിച്ചത്. അണുബാധ തുടർന്നതിനാൽ വിവിധ ചർച്ചകൾക്ക് ശേഷമാണ് രോഗിയുടെ മുറിവ് പൂർണ്ണമായും തുറന്നിടാൻ തീരുമാനിച്ചത്. വീട്ടിൽ അണുബാധ സാധ്യത കുറവാണ്, മികച്ച ശ്രദ്ധ കിട്ടും എന്നീ കാരണങ്ങളാലാണ് വീട്ടിലേക്ക് വിട്ടത്. KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. KSRTCയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ തൊഴിലാളികളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ചർച്ച സമവായത്തിലെത്തിയില്ല. KSRTC മാനേജ്മെന്റും CITയും ഗതാഗത മന്ത്രിയും തമ്മിലായിരുന്നു ചർച്ച. ശമ്പളം ഗഡുക്കളായി നൽകാൻ കഴിയുമെന്ന് KSRTC മാനേജ്മെന്റ് യോഗത്തിൽ നിലപാടെടുത്തു. ഇതോടെ ചർച്ച അലസി. തുടർന്ന് മറ്റ് തൊഴിലാളി സംഘടനകളുമായി ചേർന്ന് സംയുക്ത പരിപാടികൾ ആലോചിക്കുമെന്ന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റായ പത്രം 18 ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന വിശേഷങ്ങളിലേക്ക് പോകണം. VS കൃഷ്ണരാജ് അവിടെ സ്റ്റുഡിയോയിൽ തയ്യാറാണ്. ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്. ഏതായാലും പത്രങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരുപാടുണ്ടാകും, എക്സ്ക്ലൂസീവ് വാർത്തകൾ അടക്കം പത്രങ്ങളിലുണ്ടാകും. എന്തൊക്കെയാണ് പത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് അല്ലെ വായനക്കാർക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ? ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. നിരവധി വാർത്തകൾ
ഇന്ന് പത്രങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി എന്നത് തന്നെയാണ് എല്ലാ ദിനപത്രങ്ങളുടെയും പ്രധാന ദിനപത്രങ്ങളുടെയും മുഖപ്പേജിൽ വരുന്നത്. സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്ത വാർത്ത മുഖപ്പേജിലുണ്ട്. വഞ്ചിയൂരിൽ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമം അത് സംബന്ധിച്ചുള്ള വാർത്തകൾ, വിലയിരുത്തലുകൾ, കൂടുതൽ വിവരശേഖരണങ്ങളൊക്കെ ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലൊക്കെയുമുണ്ട്. നമുക്ക് മലയാള മനോരമയിൽ തുടങ്ങാം. മുഖപ്പേജിൽ രാജയുടെ ജയം അസാധു എന്ന തലക്കെട്ടോടെ മനോരമ വാർത്ത നൽകിയിരിക്കുന്നു. ദേവികുളത്ത് മത്സരിക്കാൻ അയോഗ്യൻ, തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുന്നു ഹൈക്കോടതി. ക്രൈസ്തവനായതിനാൽ സംവരണ സീറ്റിൽ മത്സരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. വ്യാജരേഖ ചമയ്ക്കാൻ ശ്രമിച്ചെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്കാണ് എ രാജ എന്ന് പറയുന്നു. അതിനുകൂടെ വിധി വന്നയുടൻ രാജ ഇന്നലെ ഈ സഭയിലുണ്ടായിരുന്നു. രാജ ഈ വിധി അറിഞ്ഞ ഉടൻ തന്നെ രാജ സഭയിൽ നിന്നിറങ്ങി എന്ന വാർത്ത. അതേസമയം അപ്പീൽ പോകാൻ, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ CPM തീരുമാനിച്ചിരിക്കുന്നു, രാജ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഒന്നാം പേജിൽ തന്നെ ഉണ്ട്. ഒന്നാം പേജിൽ ഇന്നലെ രാത്രി വളരെ വൈകി വന്ന ഒരു വാർത്തയാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ സന്തോഷ് ഈപ്പനെ ED അറസ്റ്റ് ചെയ്തു എന്നത്. അത് മുഖപ്പേജിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കഞ്ചേരിയിലെ പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് UAEയിലെ റെഡ് ക്രസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി രൂപയുടെ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ഒന്നാം പ്രതിയാണ് സന്തോഷ് ഈപ്പൻ. സന്തോഷ് ഈപ്പൻ നേരത്തെ കൈക്കൂലി നൽകിയിരുന്നു എന്ന മൊഴി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് വരുന്നത്. അത് മുഖപ്പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മുഖപ്പേജിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തിയ ചിത്രമാണ് മുഖപ്പേജിൽ വരുന്നത്. വളരെ പ്രസക്തമായ ഒരു ചിത്രമാണ്. കാരണം യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ചൈനയും റഷ്യയും വീണ്ടും കൂടുതൽ അടുക്കുന്നു എന്ന സന്ദേശം നൽകുന്നു ഈ ചിത്രം. ചൈനീസ് പ്രസിഡന്റ് അവിടേക്ക് പോയാണ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വളരെ പ്രസക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കണ്ണടച്ച് പോലീസ്, അർദ്ധരാത്രി വനിതയ്ക്ക് നേരെ ക്രൂരമായ ആക്രമണം, തിരിഞ്ഞു നോക്കാതെ പേട്ട പോലീസ്, തല പിടിച്ചു മതിലിൽ ആഞ്ഞിടിച്ചു, രക്ഷപ്പെട്ടത് മനസ്സാന്നിധ്യം കൊണ്ടെന്ന് യുവതി വെളിപ്പെടുത്തുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും ഇങ്ങോട്ട് വരൂ എന്നാണ് പോലീസ് പറഞ്ഞത് എന്ന വാർത്ത. ഒരു മാസം മാറിയത് 4 ഓഫീസർമാരാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ എന്ന വാർത്ത മുഖപ്പേജിൽ തന്നെ ഉണ്ട്. നിന്നെ തൊട്ടാൽ നീ എന്ത് ചെയ്യുമെടി എന്ന് ചോദിച്ച് തല പിടിച്ച് മതിലിൽ ആഞ്ഞടിച്ച് നിമിഷത്തിലും കയ്യിൽ കിട്ടിയ കരിങ്കല്ല് കൊണ്ട് തിരിച്ചടിക്കാൻ തോന്നിയ ധൈര്യം. പാറ്റൂരിൽ അർദ്ധരാത്രി തനിക്ക് നേരെയുണ്ടായ ക്രൂരമായ അതിക്രമത്തിൽ പരിക്കേറ്റ സ്ത്രീ ആ നിമിഷത്തെ അതിജീവിച്ചുകൊണ്ട് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും മലയാള മനോരമ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ തലസ്ഥാന നഗരം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പേരിലായിരുന്നു. 2022 ഒക്ടോബർ 26 മുതൽ ഫെബ്രുവരി 3 വരെയുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിരിക്കുന്നു. മ്യൂസിയം വളപ്പിൽ പ്രഭാത സവാരിക്ക് പോയ വനിതാ ഡോക്ടറെ ആക്രമിച്ചു. കവടിയാർ പണ്ഡിറ്റ് നഗർ കോളനിയിലെ സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമമുണ്ടായി. മകനെ ട്യൂഷൻ സെന്ററിലാക്കാൻ പോയ വീട്ടമ്മയെ തടഞ്ഞു നിർത്തി അപമാനിക്കാൻ ശ്രമിച്ചു. സുഹൃത്തിനൊപ്പം സൈക്കിളിൽ പോയ യുവതിയെ ആക്രമിച്ചു. അക്ഷരോത്സവത്തിൽ പങ്കെടുത്തു മടങ്ങിയ സ്ത്രീയെ ഇരുചക്ര വാഹനത്തിൽ എത്തിയവർ ആക്രമിച്ചു. അങ്ങനെ നഗരത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ഉണ്ടായ സംഭവങ്ങളെ അടിവരയിട്ട് പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് നമ്മുടെ വഞ്ചിയൂരിൽ ഉണ്ടായത്, പാറ്റൂരിൽ ഉണ്ടായത് എന്ന വാർത്തയാണ് ഈ വാർത്തയിൽ നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മാതൃഭൂമിയിലേക്ക് പോയാൽ അവിടെ ദേവികുളം തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി അസാധുവാക്കി എന്നത് തന്നെയാണ്. എ രാജ പുറത്ത്, MLA സ്ഥാനം നഷ്ടമായി എന്നവർ പറയുന്നുണ്ട്. സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് എ രാജ. ദേവികുളം MLA രാജയുടെ നിയമസഭാംഗത്വം ഹൈക്കോടതി അസാധുവാക്കി എന്ന് തുടങ്ങുന്ന വാർത്ത കൂടുതൽ വിശദമായി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത മാതൃഭൂമിയുടെ മുഖപ്പേജിൽ വരുന്നത് ഫാരിസ് അബൂബക്കറിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി റെയ്ഡ് നടത്തി എന്നതാണ്. ഇന്നലെ ഏറ്റവും സജീവമായി നിന്ന ഒരു വാർത്ത കൂടിയാണിത്. പകൽ നേരത്ത് ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പ് ഒരേ സമയം റെയ്ഡ് നടത്തിയത് എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ വരുന്നത്. മാതൃഭൂമിയുടെ അകത്തെ പേജിൽ വളരെ വിശദമായി തന്നെ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമം നൽകിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമം തടഞ്ഞ സ്ത്രീക്ക് നേരെ നടുറോഡിൽ ക്രൂരമായ ആക്രമണം എന്ന തലക്കെട്ടോടെ നടപടിയെടുക്കാത്തതിന് 2 പോലീസുകാർക്ക്, പേട്ട പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. പേട്ട പോലീസിന്റെ ഗുരുതര വീഴ്ച, സംഭവം അറിയിച്ചിട്ടും ഗൗനിച്ചില്ല. അതിന്റെ പ്രധാന തലക്കെട്ട് ശ്രദ്ധിക്കുക, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു എന്നാണ്. എന്തൊരു ദുര്യോഗമാണ്. ഒരു വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായി, അതവർ വിളിച്ചറിയിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരൂ, സ്റ്റേഷനിൽ വന്ന് പരാതി നൽകൂ എന്ന് പോലീസ് ആവശ്യപ്പെടുന്നു. അതിൻ്റെ
പ്രതിഫലനമാണ് നടപടിയെടുക്കാത്ത 2 പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ എന്ന വാർത്തയിൽ വരുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ പാംപ്ലാനിയുമായുള്ള ഒരു അഭിമുഖം തന്നെ വിശദമായി നൽകിയിട്ടുണ്ട്. നല്ല ക്രമീകരണത്തോടെ ചൂണ്ടിക്കാണിച്ചത് മലയോര കർഷകരുടെ പ്രശ്നമാണ്. നിങ്ങളുടെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. നിങ്ങൾ വില 300 രൂപയായി പ്രഖ്യാപിച്ച് കർഷകരിൽ നിന്ന് റബ്ബർ എടുക്കുക. നിങ്ങൾക്കൊരു MP പോലും ഇല്ലെന്ന വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാമെന്നായിരുന്നു. അത് വലിയ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു. പക്ഷേ 300 രൂപ റബ്ബറിന് വില നിശ്ചയിച്ചാൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുമോ എന്ന് തുടങ്ങി, കേന്ദ്രഭരണം രാജ്യത്ത് വലിയ വികസനം കൊണ്ടുവരുന്നുണ്ടോ എന്ന അഭിപ്രായമുണ്ടോ എന്ന ചോദ്യത്തിൽ അവസാനിക്കുന്ന വിശദമായ ഒരു അഭിമുഖമാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടേതായി മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വാർത്ത, അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കുന്നു. ഭൂമി എപ്പോൾ വിറ്റാലും 8% സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയാൽ മതി എന്ന വാർത്ത. വാങ്ങിയ ഭൂമി 3-6 മാസത്തിനകം വീണ്ടും വിൽക്കുന്നതിന് ഏർപ്പെടുത്തിയ അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി പിൻവലിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ വസ്തു വാങ്ങി വളരെ പെട്ടെന്ന് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി സംബന്ധിച്ച വാർത്ത മാതൃഭൂമിയിൽ നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലേക്ക് വന്നാൽ കേരള കൗമുദിയിൽ മുഖപ്പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം. നമ്മൾ ആദ്യം അത് കാണുമ്പോൾ കൊടും ചൂടിൽ പക്ഷിമൃഗാദികളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷേ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. കണ്ണൂർ തില്ലങ്കേരിയിൽ മരം മുറിച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോയ 40 ദിവസം പ്രായമുള്ള കുട്ടിക്കുരങ്ങനെ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്ക് പ്രവർത്തകൻ റിയാസ് മാങ്ങാട് വെറ്ററിനറി ആശുപത്രിയിൽ എത്തിച്ച് പരിചരിക്കുന്നു എന്നതാണ്. ഇന്ന് അന്താരാഷ്ട്ര വനദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വളരെ പ്രസക്തമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അകലം കുറയുന്നതിൻ്റെ സൂചന. നമ്മളിപ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് വീട്ടുമുറ്റത്ത് പുള്ളിപ്പുലി, അടുക്കളയിൽ കടുവ എന്നൊക്കെ ഉള്ള വാർത്തകളാണ് നമ്മളെപ്പോഴും പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ മരം മുറിച്ചു മാറ്റിയപ്പോൾ ഒറ്റപ്പെട്ടു പോയ ഒരു കുരങ്ങനെ കനിവാണി ജീവൻ എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. കേരള കൗമുദിയിലെ ഉൾപേജുകളിലും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ആർച്ച് ബിഷപ്പിൻ്റെ പ്രസ്താവന BJP നേതാക്കളുടെ ഉറപ്പിന്മേൽ എന്ന വാർത്ത നൽകിയിരിക്കുന്നു. കുറച്ചുകൂടി ഒരു പടി കൂടി കടന്ന് ഇന്നലെ ന്യൂസ് 18 ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് കർഷകരെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയെന്ന് താമരശ്ശേരി ബിഷപ്പും ഇന്നലെ പറഞ്ഞിരുന്നു. പറഞ്ഞ വാക്കിൽ പിന്നോട്ടില്ല, ഖേദമില്ല എന്ന് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ വാർത്തയുണ്ട്. കേന്ദ്ര സർക്കാർ റബ്ബർ വില 300 രൂപയായി പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ ഒരു MP ഇല്ലെന്ന BJPയുടെ വിഷമം കുടിയേറ്റ ജനത മാറ്റിത്തരുമെന്ന വിവാദ പ്രസ്താവന BJP നേതാക്കൾ ഉറപ്പ് നൽകിയ ശേഷമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ജില്ലാ പ്രസിഡന്റ് അടക്കം BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം അത് പറയുകയും ചെയ്തു. കേരള കൗമുദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, 2 ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ, വിവാദ ബില്ലുകളിൽ ഒഴികെ എന്നതാണ്. നിയമസഭ പാസാക്കിയ 8 ബില്ലുകൾ ഒപ്പിടാത്തതിന് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനിടെ വിവാദമില്ലാത്ത 2 ബില്ലുകൾ ഒപ്പിട്ടു. 6 ബില്ലുകൾ ഇപ്പോഴും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അതിൽ പലതും രാഷ്ട്രപതിക്ക് അയക്കും എന്ന സൂചനയാണ് ഈ വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, അമൃത് പാലിനെ പിടികൂടാനായില്ല. കഴിഞ്ഞ 2-3 ദിവസമായി വാർത്തകളിൽ വളരെ സജീവമായി നിലനിൽക്കുന്നൊരു വാർത്തയാണ്. പോലീസിനെ വെട്ടിച്ചു കടന്ന ഖലിസ്ഥാൻ നേതാവ് അമൃത് പാൽ സിംഗിനെ പിടികൂടാൻ പഞ്ചാബിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തെരച്ചിൽ വ്യാപകമായി തുടരുന്നു. ഈ പ്രദേശത്ത് വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് മാറുകയാണ്. അമൃത് പാലിനെ പിടികൂടാൻ തെരച്ചിൽ ഊർജിതമാക്കുകയാണ് പോലീസ്. അതാണ് ഉൾപേജിലെ മറ്റൊരു വാർത്ത. ഈ തലവര എന്ന തലക്കെട്ടോടെ പതിവായി വരാറുള്ള ഒരു കാർട്ടൂൺ, തമിഴ്നാട്ടിൽ കുടുംബനാഥകൾക്ക് മാസം 1000 രൂപ പ്രഖ്യാപിച്ച് സ്റ്റാലിൻ സർക്കാർ എന്നാണ്. ഗൃഹനാഥമാർക്ക്, വീട്ടമ്മമാർക്ക് പെൻഷൻ. ഇവിടെ നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥയിലുടനീളം അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാചകമാണത്. വീട്ടമ്മമാർക്ക് സംസ്ഥാനത്ത് ഉടൻ പെൻഷൻ നൽകുമെന്ന വാർത്ത. ഒരുപക്ഷെ സ്റ്റാലിൻ കൂടി അത് നൽകുമ്പോൾ കേരളത്തിൽ ഇതൊരു സജീവ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഇങ്ങനെ ഒരു ജനകീയമായ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ കലപ്പകൾ ഗർജിക്കും എന്ന തലക്കെട്ടോടെ വാർത്ത. അതായത് ഡൽഹിയിൽ കർഷക മഹാപഞ്ചായത്തിൽ 10,000 പങ്കെടുത്തു. വീണ്ടും ഒരു കർഷക മുന്നേറ്റം ഉണ്ടാകുന്നു. 2ാം പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകുന്നു. മഹാറാലികളും കൺവെൻഷനും ചേരും എന്ന വാർത്ത വരുന്നു. അതായത് ഡൽഹി വീണ്ടും കർഷക പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, തിരിച്ചടി ഉണ്ടാകും. അതായത് കോൺഗ്രസ് പുനഃസംഘടന വൈകിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടാകുന്നു. അതായത് പദവി നഷ്ടപ്പെടുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാര പണിയാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലാണ് ദേശാഭിമാനി ഈ വാർത്തയിലൂടെ പറയുന്നത്. സ്ഥാനം നഷ്ടമാകുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തലവേദന സൃഷ്ടിക്കും എന്ന് MP മാർ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ പുനഃസംഘടന മാറ്റിവെക്കണമെന്ന്
കോൺഗ്രസ് എംപിമാർ ആവശ്യപ്പെടുന്നു. അതായത് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള എംപിമാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത് എങ്ങനെയും വൈകിപ്പിക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന തലത്തിലേക്ക് പോകുന്നു. അതായത് പാർലമെന്റ് മണ്ഡലം ചുമതലയുള്ള നേതാക്കൾക്ക് നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൽ കടുത്ത അമർഷമെന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അങ്ങനെ വിശദമായ വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത്. പ്രധാനമായും എ രാജയുടെ നിയമസഭാംഗത്വം നഷ്ടമാകുമോ എന്ന ചോദ്യം ഉയർത്തുന്ന വാർത്ത. ഹൈക്കോടതി അതേ എന്ന് ഉത്തരം പറയുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് രാജ പോകുന്നു. സന്തോഷ് ഈപ്പൻ്റെ അറസ്റ്റ്, അങ്ങനെ നിരവധി വാർത്തകൾ, ഇനിയുമേറെ വാർത്തകൾ, കാർട്ടൂണുകൾ, എഡിറ്റോറിയലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സമയപരിമിതി കൊണ്ട് അതിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. ഏതായാലും പത്രം 18 ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും രഞ്ജിനിയും രഞ്ജിത്ത് രാമചന്ദ്രനും കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ചേരും. രഞ്ജിനി, രഞ്ജിത്ത്. താങ്ക് യു കൃഷ്ണരാജ്. വളരെ സമഗ്രമായി തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ മിക്ക വാർത്തകളും കൃഷ്ണരാജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനിയും പത്രവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മറ്റൊരുപാട് പ്രധാന വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും തയ്യാറായി വരുന്നു. നാഷണൽ വാർത്തകളുണ്ട്, ഇന്റർനാഷണൽ വാർത്തകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി പ്രഭാത കേരളത്തിൻ്റെ അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത മിനിറ്റുകളിൽ ഉണ്ടാകും. വളരെ പെട്ടെന്ന് അതിലേക്കൊക്കെ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. पूछे तो बता तेरी पहचान क्या है, तेरा नाम गूंजेगा तो उठेगा एक तूफान, हिलेगी जमीन मचेगा घमासान, तेरा नाम गूंजेगा जब हर गली हर मकान देखेंगे फिर गेम तेरी से। ये है शुरुआत तेरी, अब हर जुबान पे होगी बात तेरी। देखिए पहला टाटा वुमेन्स प्रीमियर लीग 4 मार्च से जियो सिनेमा पर बिल्कुल फ्री। 16 channels, 15 ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടിയാണ് സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുബി, ഇന്നാണോ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നത്? ഈ ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷമാണോ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതോ മറ്റേതെങ്കിലും ദിവസമായിരുന്നോ? നേരത്തെ പല തവണ സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ആ സമയങ്ങളിലൊന്നും തന്നെ ഒരു അറസ്റ്റ് നിരവധി തവണ സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നതാണ്. എന്നാൽ ആ ദിവസങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് ഇപ്പോൾ യൂണിടാക് എംഡിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കോഴപ്പണം ആർക്കെല്ലാം വിതരണം ചെയ്തു എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ സന്തോഷ് ഈപ്പനാണ്. സന്തോഷ് ഈപ്പനാണ് ഈ കോഴപ്പണം വിതരണം ചെയ്തത്. സർക്കാർ ഏജൻസികളിൽ ഉള്ളവർ, അങ്ങനെ ബാക്കി മറ്റുള്ളവർക്കെല്ലാം തന്നെ മറ്റുള്ളവർക്കെല്ലാം തന്നെ ഈ പണം രേഖപ്പെടുത്തിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് സന്തോഷ് ഈപ്പനാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സന്തോഷ് ഈപ്പന് അറിയാം. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സന്തോഷ് ഈപ്പനാണ്. ശരി, സുബിയിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ അനിൽ അക്കര നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ അക്കര, നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് സന്തോഷ് ഈപ്പനെ, എങ്കിൽ പോലും ഈ ഒരു കേസിൽ ഇതിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലൊരു രാഷ്ട്രീയമായ പല വ്യാഖ്യാനങ്ങളും, അതായത് എന്തുകൊണ്ട് ശിവശങ്കറിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു, ഒന്നാം പ്രതിയായ സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ED അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? അല്ല, ഞാനിത് ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത സമയത്തും ഞാൻ ഈ സമയത്ത് അന്ന് നിലപാട് പറഞ്ഞാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2019 ശേഷം നടന്ന ഈ വലിയ ക്രൈം, ആ ക്രൈമിന്റെ അറസ്റ്റിലേക്ക്, ശിവശങ്കരന്റെ അറസ്റ്റിലേക്ക് പോയത് ഏതാണ്ട് ഈ 2023-ലാണ്. അപ്പോൾ ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ അറസ്റ്റിലേക്ക് പോയത്. സ്വാഭാവികമായും അതിലെ ഒരു പരാതിക്കാരൻ എന്ന രീതിയിൽ എത്ര വൈകിയാലും, സ്വാഭാവികമായി വൈകുന്ന നീതി നിഷേധം എന്നുള്ളത് നമുക്കൊക്കെ വിഷമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും എത്ര വൈകിയാലും ഈ കേസിലെ പ്രതികളായ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പരാതിക്കാരൻ എന്ന രീതിയിൽ എനിക്ക് സംതൃപ്തി ആവുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണി എന്ന രീതിയിൽ പ്രവർത്തിച്ച സന്തോഷ് ഈപ്പനാണ്. ഈ
ഇപ്പോഴും എനിക്ക് ഇഡിയുടെ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇന്നത്തെ ഈ അറസ്റ്റോട് കൂടി അത് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവർക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് 15 കോടി രൂപയാണ്. ഈ 15 കോടി രൂപയിൽ എങ്ങനെ ആർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഖാലിദ് കൊണ്ടുപോയ 5 കോടി രൂപയാണെങ്കിലും ശിവശങ്കറിന് കൊടുത്ത 1 കോടി രൂപയാണെങ്കിലും അവിടുത്തെ നിർമ്മാണം നടത്തിയ കണക്കെടുത്താൽ പോലും 10 കോടി രൂപയിൽ കൂടുതൽ ഈ അഴിമതി പണവുമായും കൺസെഷൻ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി 5 കോടി രൂപ ഇയാളുടെ കയ്യിലിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സന്തോഷ് ഈപ്പന്റെ കയ്യിലുള്ള പണം കണ്ടുകെട്ടാത്തത് എന്നൊരു വലിയ ചോദ്യം പൊതുസമൂഹത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ റൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായ എന്റെ പെറ്റീഷനുകളിൽ രണ്ടാമത് കൊടുത്ത പെറ്റീഷനുകളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് ഈപ്പന്റെ ആസ്തി എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയ 15 കോടി രൂപയാണ് ഇദ്ദേഹം മിസ്യൂസ് ചെയ്തത്. അതുകൊണ്ട് അത് കണ്ടുകെട്ടാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുണ്ട്. സ്വാഭാവികമായും CBIക്കോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ പണം കണ്ടുകെട്ടാൻ കഴിയില്ല. അത് PMLA ആക്ട് അനുസരിച്ച് മാത്രമാണ് കണ്ടുകെട്ടാൻ കഴിയുക. ഇതിനകത്ത് അറസ്റ്റ് മാത്രമല്ല, ഈ 15 കോടി രൂപയാണ് UAE കോൺസുലേറ്റ് ഇങ്ങോട്ട് കൈമാറിയത്. അതാണ് മിസ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഈ സന്തോഷ് ഈപ്പന്റെ ആസ്തിയിൽ നിന്നും ഈ 15 കോടി രൂപ കണ്ടുകെട്ടണം എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഡിമാൻഡ്. നമസ്കാരം. ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലൈഫ് മിഷൻ കോഴ കേസിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ അറസ്റ്റിൽ. കൊച്ചിയിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം, മറ്റു വിശദാംശങ്ങൾ. ആര്യ, അല്പസമയം മുമ്പാണ് യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ പ്രഭാത കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. സാഹസിക വിനോദസഞ്ചാരികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഈ റോപ്പ് ക്ലൈംബിംഗ് അല്ലേ, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ന്യൂ ഇയർ മുതലാണ് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ വന്നത്. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ്, അത്തരത്തിലുള്ള സാഹസിക വിനോദങ്ങളാണ്. ഇതിലൂടെയൊക്കെ വലിയ ആളുകൾക്കൊക്കെ പോകാൻ കഴിയുമെന്ന് പറ്റില്ല. കുട്ടികളൊക്കെ നിരവധിയായി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കായി സ്വിമ്മിംഗ് പൂളുണ്ട്, മറ്റ് നിരവധി സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. നമുക്കൊക്കെ എത്ര പെട്ടെന്ന് ഈ പേടിയുള്ള ഒരുപാട് ആളുകൾ കാണും. പക്ഷെ സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഈ ഇതൊക്കെ സാഹസിക സൈക്കിൾ സഞ്ചാരമടക്കം അപ്പുറം സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ ഏതായാലും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു വില്ലേജാണ്. പക്ഷേ ഇത് നന്നായി ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഈ സിറ്റിയിൽ നിന്ന് ടൗണിൽ നിന്നൊക്കെ പോലും ഒരുപാട് ആളുകൾ ഇവിടേക്ക് വൈകുന്നേരം എത്തുന്നു, തങ്ങളുടെ സമയം ചെലവഴിക്കുന്നു. കുട്ടികൾക്കുള്ള മനോഹരമായ പാർക്കുണ്ട്, തൊട്ടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് വാർത്തയുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കൽ കൂടി കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഈ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബ്രഹ്മപുരത്ത് KPCC പ്രസിഡന്റ് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കുമെതിരെയൊക്കെ അന്ന് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും തങ്ങൾ പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇനി വരും ദിവസങ്ങളിൽ നഗരസഭാ ബജറ്റ് അടക്കം നടക്കാനിരിക്കുന്നുണ്ട്. ആ ബജറ്റിലടക്കം പങ്കെടുക്കില്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കലാപാഹ്വാനത്തിനാണ് KPCC പ്രസിഡന്റിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നഗരസഭയിൽ നിന്ന് ഫയലുകൾ കടത്തിയെന്നതാണ് കൗൺസിലർ MJ അരിസ്റ്റോട്ടലിനെതിരെയുള്ള ആ കേസിന്റെ കാരണം. ഓരോ ദിവസവും കൊച്ചിൻ കോർപ്പറേഷനിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വൈര്യം മുറുകുകയാണ്. കേസുകളെ നിയമപരമായി നേരിടാനും ബ്രഹ്മപുരം അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുമാണ് UDFന്റെ പൊതുവിലുള്ള തീരുമാനം. CPM ഓഫീസിൽ നിന്നാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അസഹിഷ്ണുതയാണ് ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ സർക്കാർ പ്രകടിപ്പിക്കുന്നത്. അതിന് കേരളത്തിലെ നിയമപാലകരായിട്ടുള്ള പോലീസ് നിന്നുകൊടുക്കുകയാണ്. അവർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും കോൺഗ്രസ് തീർക്കും. നഗരസഭാ ബജറ്റിന് മുന്നോടിയായുള്ള വികസന സെമിനാറിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി നൽകിയെങ്കിലും പ്രതിപക്ഷം പൂർണ്ണമായും വിട്ടുനിന്നു. ഈ മാസം അവതരിപ്പിക്കേണ്ട ബജറ്റ് കൗൺസിലും ഇതേ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. മേയർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങുകളിൽ നിന്നെല്ലാം പ്രതിപക്ഷം വിട്ടുനിൽക്കും. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് SV ഭാട്ടിയ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക.
ഖരമാലിന്യ സംസ്കരണത്തിലെ എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെട്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. 7 വർഷത്തെ കരാർ രേഖകൾ കോർപ്പറേഷനിൽ ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. മാലിന്യ സംസ്കരണത്തിന് 7 വർഷത്തിനിടെ മുടക്കിയ തുകയുടെ വിവരങ്ങളും നൽകണം. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെയും കടുത്ത വിമർശനമാണ് കോടതി നടത്തിയത്. പ്ലാന്റ് നടത്തിപ്പുകാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നും ബോർഡിനോട് കോടതി ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് വിവിധ പരിപാടികളിലടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളൂരു കേരള സമാജം നിർമ്മിച്ചു നൽകുന്ന സാന്ത്വന ഭവനം പദ്ധതിയുടെ ഉദ്ഘാടനവും 14 വീടുകളുടെ താക്കോൽ ദാനവും ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ നിർവഹിക്കും. അതിനുശേഷം അദ്ദേഹം ഇന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. CB അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. അനുമോദ്, എന്തായാലും നിരവധി പരിപാടികളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ഡൽഹിയിലടക്കം രാഹുൽ ഗാന്ധിയുടെ വീട്ടിലടക്കം പോലീസ് എത്തുകയും കാശ്മീരിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ കേൾക്കുകയും ചെയ്തു. സ്വാഭാവികമായും ആ വിഷയത്തിലൊക്കെ കോൺഗ്രസ് തിരിച്ചടിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ വിഷയത്തിലടക്കം ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമോ? രാഹുൽ ഗാന്ധിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൂടി. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇന്ന് വയനാട്ടിൽ തുടരുകയാണ്. 3 പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ബംഗളൂരു സമാജം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം, അതുപോലെ തന്നെ UDFന്റെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ്, അതുപോലെ തന്നെ ഒരു ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷം. അങ്ങനെ 3 പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട് വരുമ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് വലിയ വിമർശനങ്ങൾ അദ്ദേഹം BJPക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പതിവ് ഉണ്ട്. അദ്ദേഹം പ്രസംഗങ്ങളിലാണ് സാധാരണഗതിയിൽ തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ പ്രസംഗങ്ങളിൽ തനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ രാഹുൽ കൃത്യമായിട്ട് പറയാറുണ്ട്. ഇന്നലെയും മുക്കത്ത് നടന്ന പരിപാടിയിൽ, മുക്കത്ത് താക്കോൽദാന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്ത വീടുകളുടെ. ആ പരിപാടിയിലും അദ്ദേഹം BJPക്കെതിരെ നിശിതമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. താനൊരു ഭീരുവല്ല, തന്നെ പേടിപ്പെടുത്താനും നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പോലീസിനെ വിട്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യിക്കാനുള്ള ശ്രമങ്ങളൊന്നും കാര്യമില്ല. അങ്ങനെയുള്ള BJPക്കെതിരെ ഈ സമകാലീനമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ ഈ തൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ അത്തരത്തിൽ ഒരു വിമർശനം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രണ്ടാമത്തെ പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത് UDFന്റെ ജനപ്രതിനിധികളുടെ പരിപാടിയാണ്, സ്വാഭാവിക രാഷ്ട്രീയ പരിപാടിയാണ്. BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരായുള്ള വിമർശനം അദ്ദേഹം ഈ പരിപാടിയിലായിരിക്കും ഉന്നയിക്കുക എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുക്കത്ത് നടന്ന പരിപാടിയിൽ വേദിയിൽ വനിതകളുടെ അസാന്നിധ്യം രാഹുൽ പ്രസംഗത്തിൽ തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. 50% സംവരണം സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ 50% സ്ത്രീകൾ രാജ്യത്തുള്ള സമയത്ത് 15% സംവരണമെങ്കിലും 15% സ്ത്രീകളെങ്കിലും ഒരു പരിപാടിയിൽ വേദിയിൽ വേണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിൽ സമകാലീന രാഷ്ട്രീയത്തിൽ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ രാഹുൽ തൻ്റെ പ്രസംഗത്തിൽ പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി തൻ്റെ മണ്ഡലമായ വയനാടിന് വേണ്ട പരിഗണന നൽകുന്നതല്ല, വയനാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നാരോപിച്ച് BJPയും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. MP-ക്കെതിരെ 10 ചോദ്യങ്ങൾ എന്ന ഒരു ആശയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. BJPക്കെതിരെ രാജ്യവ്യാപകമായിട്ട് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുമ്പോൾ വയനാടിനെ രാഹുൽ ഗാന്ധി അവഗണിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വേണ്ട പോലെ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വയനാടിൻ്റെ പല പ്രശ്നങ്ങളിലും ഉണ്ടാകുന്നു എന്നീ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് BJP എതിരെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്. എന്താണെങ്കിലും രാവിലെ വൈത്തിരിയിലാണ് അദ്ദേഹം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. 9:30 അദ്ദേഹം ഇവിടുന്ന് പുറപ്പെടും. 10:00 മുട്ടിൽ ഈ ആദ്യ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം 11:00 കൽപ്പറ്റയിൽ രണ്ടാമത്തെ രാഷ്ട്രീയ പരിപാടി ഉണ്ട്. ശേഷം ഉച്ചയ്ക്ക് 3:30 മൂന്നാമത്തെയും അവസാനത്തെയുമായ അദ്ദേഹത്തിൻ്റെ പരിപാടി ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ശേഷം 5:30 അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രഞ്ജിനി. തീർച്ചയായും ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. ഇനി സഭ ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ ചോദ്യോത്തരവേള നടക്കുക എന്നാണ് കാത്തിരുന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധമായിരുന്നു. ഉമേഷ് സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. MLA-മാർക്കെതിരെ എടുത്ത കേസ് അത് റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഒപ്പം തന്നെ അടിയന്തര പ്രമേയം തുടർച്ചയായി ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള അനുമതികൾ നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ നീക്കം. ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടാകാത്തതുപോലെ അത്ര കടുത്ത നീക്കത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ഒരു കോംപ്രമൈസിനും നിരവധിയായ ചർച്ചകൾ നടന്നു. സ്പീക്കർ
പ്രതിപക്ഷ നേതാക്കളെ കാണുന്നു, മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ. ഇങ്ങനെ ഒരുപാട് കോംപ്രമൈസ് ഫോർമുലകളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നെങ്കിൽ പോലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് രണ്ടുപേരും തയ്യാറല്ല. സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് നമ്മുടെ നിയമസഭ. കാരണം അതിനുവേണ്ടി അത്രയും വിഷയങ്ങളുണ്ട്. അതുപോലെ വിഷയങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഏറ്റവും ഒടുവിൽ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് പോലും CPM വലിയ തിരിച്ചടിയാണ്. എന്തുകൊണ്ടാണ് ആ ജാഗ്രത ആ പാർട്ടി കാണിക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം CPM അണികളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും പ്രതിപക്ഷത്തിന് ആയുധങ്ങളായി കിട്ടുന്നു. പക്ഷേ കൃത്യമായ മറുപടി സഭയിൽ ഇതിന് നൽകാൻ ഭരണപക്ഷത്തിന് സാധിക്കുന്നില്ല. സ്വാഭാവികമായും സഭ പ്രക്ഷുബ്ധമാകും. ഇന്നും നമുക്ക് സമാനമായ രംഗങ്ങൾ തീർച്ചയായും ഇന്നും അതുകൊണ്ട് തന്നെ ഈ സഭാ വിഷയം തന്നെയായിരിക്കും വാർത്തകളിലെ ശ്രദ്ധാകേന്ദ്രം. വരും മണിക്കൂറുകളിൽ തലസ്ഥാനം തന്നെയായിരിക്കും വാർത്തകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഇനി നമ്മൾ പോകുന്നത് ദേശീയ തലത്തിലേക്കാണ്. നിരവധിയായ വാർത്തകളുണ്ട് ദേശീയ തലത്തിൽ. പ്രത്യേകിച്ചും അമൃത്പാൽ സിംഗിന്റെ 3 ദിവസമായി അമൃത്പാൽ സിംഗിനായി തെരച്ചിൽ നടത്തുകയാണ്. അതിർത്തി രാജ്യങ്ങളിലേക്ക് കടന്നേക്കുമടക്കമുള്ള സൂചനകളുമുണ്ടല്ലേ? അതെ. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാഗേഷ്, എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ ഇന്ന് ശ്രദ്ധിക്കാവുന്ന വാർത്തകൾ? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ദേശീയതലത്തിൽ പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും വിശദമായി നോക്കാം ദേശീയ വാർത്തകൾ. ഖലിസ്ഥാൻവാദിയും വാരിസ് പഞ്ചാബ് ദേ സംഘടനയുടെ തലവനുമായ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് തുടരുകയാണ്. 4 ദിവസമായി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് ആരംഭിച്ചിട്ട്, പ്രത്യേകിച്ച് അജ്നാല പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ 23-ാം തീയതിയാണ് അമൃത്സറിലെ അജ്നാല പോലീസ് സ്റ്റേഷനിലേക്ക് അമൃത്പാൽ സിംഗും സംഘവും തോക്കും ആയുധങ്ങളുമൊക്കെയായി ഇരച്ചു കയറുകയും പിന്നീട് തട്ടിക്കൊണ്ട് പോകൽ കേസിൽ പ്രതിയെ മോചിപ്പിക്കുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ സംഘടന രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന ഒരു തിരിച്ചറിവിലേക്ക് സർക്കാരുകൾ എത്തുന്നത്. അതിനുശേഷമാണ് ഏതായാലും അമൃത്പാൽ സിംഗിനെതിരായ നടപടി സംസ്ഥാന സർക്കാർ ഊർജിതമാക്കുകയും ചെയ്തത്. ഏതായാലും 4 ദിവസമായി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ സംസ്ഥാന പോലീസ് തുടരുകയാണ്. പക്ഷേ അമൃത്പാൽ സിംഗിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ജലന്ധറിൽ വെച്ച് അമൃത്പാൽ സിംഗിന്റെ വാഹന വ്യൂഹം പോലീസ് വളഞ്ഞെങ്കിൽ പോലും ബഹളത്തിനിടയിൽ അമൃത്പാൽ സിംഗ് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അമൃത്പാൽ സിംഗിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ അഭിഭാഷകരടക്കം പറയുന്നത് പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ്. ഹേബിയസ് കോർപ്പസ് ഹർജിയും ഇതിനോടൊപ്പം തന്നെ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമൃത്പാൽ സിംഗിന്റെ അമ്മാവനും ഡ്രൈവറും അടക്കം അടുത്ത ബന്ധുക്കളടക്കം 114 പേരെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മാവൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമമാണ് ചുമത്തിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ അസമിലെ ദിബ്രുഗഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുവാഹത്തിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ദിബ്രുഗഡ്. ദേശീയ സുരക്ഷാ നിയമം ചുമത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തി രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് കണ്ടാൽ ചുമത്താൻ കഴിയുന്നതാണ് ദേശീയ സുരക്ഷാ നിയമം. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സർക്കാരുകൾക്ക് തടവിൽ പാർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇവരെ ദിബ്രുഗഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ്. നിലവിൽ ആം ആദ്മി പാർട്ടി സർക്കാരും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരും ഒപ്പം തന്നെ BJP സർക്കാരും തമ്മിൽ പല വിഷയങ്ങളിലും എതിരഭിപ്രായമുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഏതായാലും 2 സർക്കാരുകളും തമ്മിൽ ഉണ്ട്. കേന്ദ്ര സർക്കാരുമായി നിരന്തരം സംസ്ഥാന സർക്കാർ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷേ അമൃത്പാൽ സിംഗ് പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ നേപ്പാളിലേക്കോ കടക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ ഇതിനോടകം തന്നെ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും ഇന്റർനെറ്റ് സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഇന്ന് ഉച്ചവരെ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 80കളിലും 90കളിലും പഞ്ചാബിനെ പിടിമുറുക്കിയ സംഭവമാണ് ഖലിസ്ഥാൻവാദം, വിഘടനവാദം. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. രാജ്യത്തിന് പുറത്തും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഇന്ത്യൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ഇന്ത്യൻ ദേശീയ പതാക താഴ്ത്തി അവിടെ ഖലിസ്ഥാൻ പതാക ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെയും ആക്രമണം ഉണ്ടായി. ഇതിന് പുറമെ ഓസ്ട്രേലിയയിലും കാനഡയിലും ഖലിസ്ഥാൻവാദികൾ പ്രകടനം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സംഭവത്തെയെല്ലാം ശക്തമായി ഇന്ത്യ അപലപിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ നിലപാടെടുത്തതിനെ തുടർന്ന് പാർലമെന്റ് നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉയർത്തുന്ന ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തോട് അനുകൂല നിലപാട് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നും
കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സഭാ നടപടി നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ അതിന് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. പകരം സർക്കാരും പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വരികയാണ്. അതായത് വിദേശത്ത് വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം, അത് ഇന്ത്യക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നാണ് സർക്കാരിന്റെ ആരോപണം. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യം സർക്കാരും സ്വീകരിക്കുന്നു. അങ്ങനെ ഭരണ പ്രതിപക്ഷ പോരിൽ സഭാ നടപടികൾ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നും ഏതായാലും ഈ വിഷയത്തിൽ വീണ്ടും പ്രതിപക്ഷ പോര് സഭയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. വീണ്ടും രഞ്ജിത്തിലേക്കും രഞ്ജിനിയിലേക്കും. ശരി, രാകേഷാണ് വാർത്തയുടെ ദേശീയതലത്തിൽ ഒരുപാട് സംഭവവികാസങ്ങൾ നടക്കുകയാണ്. പാർലമെന്റിൽ വരും എല്ലാ ദിവസങ്ങളിലും ഇനി പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നിയമസഭ പോലെ തന്നെ പാർലമെന്റിലും കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം വാക്പോര്. അവിടെയും ദേശീയതലത്തിലും വിഷയങ്ങൾ ഒരുപാടുണ്ട് പ്രതിപക്ഷത്തിൽ ഉന്നയിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമ്മളിപ്പോൾ ഉള്ളത് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഒന്ന് ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന വിധത്തിൽ ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന വിധത്തിൽ സാഹസിക ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചർ ടൂറിസം തന്നെയാണ്. അതിനായി നിരവധി കുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ വെക്കേഷൻ ആകാൻ പോവുകയാണ്. കുട്ടികൾ വളരെയധികം എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. വൈകുന്നേരമായാലും രാവിലെ ആയാലും സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത്തരത്തിൽ പരിശീലനം ഇവിടെ നൽകുന്നുമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സർക്കാരിൻ്റെ ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉയരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ആളുകൾ എത്താതെ കാട് പിടിച്ച് കിടക്കുന്ന പല തലങ്ങളിൽ നമ്മൾ തിരുവനന്തപുരം സിറ്റി തന്നെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരുപാട് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരുണ്ട്. മനോഹരമായ വൃത്തിയുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അടുത്ത് തന്നെ ഒരു എയർഫോഴ്സിൻ്റെ മ്യൂസിയം ഉണ്ട്. എയർഫോഴ്സിൻ്റെ ഏരിയയാണ്. എയർഫോഴ്സിൻ്റെ മ്യൂസിയം ഉണ്ട്. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെയുള്ള ഒരുപാട് സംഗതികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒത്തിരി വിനോദസഞ്ചാരികൾക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ആസ്വാദികരമായ ഒരുപാട് കാഴ്ചകളും വിനോദങ്ങളും ഒക്കെ നിറച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ. വലിയ ദൂരമൊന്നുമില്ല. തലസ്ഥാന നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ വരെ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. ബസ് സർവീസുകളൊക്കെ ഇതിലെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പലരും വന്ന് തലസ്ഥാന നഗരിയിലൊക്കെ 1-2 ദിവസത്തെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായൊക്കെ വരുന്നവരൊക്കെ എന്നും ചിലവഴിക്കുന്ന ഒരു സ്ഥലം മ്യൂസിയമാണ്. കനകക്കുന്ന് പരിസരമാണ്. പക്ഷേ അതൊക്കെ കണ്ടും അടുത്തവർക്ക് ഒന്ന് ഇവിടെ വന്ന് വൈകുന്നേരം ഒക്കെ ചിലവഴിച്ച് മടങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പ്രത്യേകിച്ചും കുട്ടികളായൊക്കെ വരുന്നവർക്ക് അവർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിലാണ്. ആക്കുളം കായലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ ചൂടാണ്, ചുറ്റുപാടും വലിയ ചൂടാകുമ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രകൃതി നല്ലൊരു മനോഹാരിതയുണ്ട്. ഒപ്പം തണുപ്പുമുണ്ട് അത്യാവശ്യം, അല്ലേ? അത്യാവശ്യം തണലുമുണ്ട്, തണുപ്പുമുണ്ട്. നല്ല കാലാവസ്ഥയാണ് ഈ മേഖലയിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയും പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. നിയമസഭാ സമ്മേളനം ഏതാണ്ട് ആരംഭിക്കാൻ 10-14 മിനിറ്റേ ഉള്ളൂ. അവിടെ വലിയ രംഗങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെയുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, തീർച്ചയായും അങ്ങനെ ഒരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു തിരുവനന്തപുരം തെക്കൻ കുരിശുമല തീർത്ഥാടനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 2 ഘട്ടങ്ങളായി നടക്കുന്ന തീർത്ഥാടനത്തിന്റെ 1ാം ഘട്ടം 26-ന് സമാപിക്കും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമലയിൽ 66ാമത് തീർത്ഥാടനത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് നേതൃത്വം നൽകി. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമലയിലേക്ക് വരും ദിവസങ്ങളിൽ ആയിരങ്ങൾ മല കയറും. കുരിശിന്റെ വഴിപാത തമിഴ്നാട്ടിലും കേരളത്തിലുമായതിനാൽ കേരള തമിഴ്നാട് സർക്കാരുകളുടെ വിവിധ വകുപ്പുകൾ തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ നടത്തും. കോവിഡിന് ശേഷം നടക്കുന്ന തീർത്ഥാടനമായതിനാൽ മല കയറാനായി വൻ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ചൂടിനെ അവഗണിച്ച് നിരവധി പേർ മല കയറി കുരിശുമലയിലെത്തി. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിനങ്ങളിലാണ് 2ാം ഘട്ട തീർത്ഥാടനം. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ചങ്ങനാശ്ശേരി രൂപതാ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസ് പൗവത്തിൽ കാലം ചെയ്ത് അദ്ദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. കാലം ചെയ്ത ബിഷപ്പ് മാർ ജോസ് പൗവത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. മോർച്ചറിയിൽ നിന്നും എത്തിച്ച ഭൗതിക ശരീരം വിലാപയാത്രയായി സെൻട്രൽ ജംഗ്ഷൻ വഴി മെത്രാപ്പൊലിത്തൻ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ 10 വരെ മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കും. അന്തിമ ഉപചാരം അർപ്പിക്കുന്നവർ പൂക്കൾ, ബൊക്കെ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആവശ്യമെങ്കിൽ വെള്ളക്കച്ച സമർപ്പിക്കാവുന്നതാണെന്നും സഭാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നഗരി കാണിക്കൽ ചടങ്ങിൽ 250-ൽ പരം ഇടവകകളിൽ നിന്നുള്ള
വിശ്വാസികൾ പങ്കെടുക്കുന്നുണ്ട്. ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. കനാലിലേക്ക് ഒന്ന് പോകണം. അവിടെ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തപ്പോൾ ദുരിതത്തിലായത് കയ്യേറ്റ ഭൂമിയാണെന്നറിയാതെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത ഒരു പാവം കർഷകനാണ്. രാജാക്കാട് മുല്ലക്കാനം സ്വദേശി തെങ്ങനാട്ട് തോമസ് എന്ന കർഷകനാണ് വഞ്ചിക്കപ്പെട്ടത്. ആ കർഷകന്റെ ദുരിതം റിപ്പോർട്ട് ചെയ്ത വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മുല്ലക്കാനം സ്വദേശി തേങ്ങനാട്ട് തോമസ് ഏറെ പ്രതീക്ഷയോടെയാണ് 4 വർഷം മുൻപ് ചിന്നക്കലാൻ 301 കോളനിയിലെ LC മത്തായി കൈവശം വെച്ചിരുന്ന സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചത്. പ്രതിവർഷം 2,15,000 രൂപ പാട്ടത്തിന് 9 വർഷത്തേക്കാണ് സ്ഥലം എടുത്തത്. ഉണ്ടായിരുന്ന സ്വർണം വിറ്റും കടം വാങ്ങിയുമാണ് ഏലം നട്ടുപരിപാലിച്ചത്. ഏലക്കായുടെ വിലയിടിവും പ്രതിസന്ധികളും മറികടന്ന് ഈ വർഷം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലാണ് കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കുകയും ചെയ്തത്. ഇതോടെ തോമസ് എന്ന കർഷകന്റെ പ്രതീക്ഷകൾ അവസാനിച്ചു. അവസ്ഥപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവിടുന്ന് ഒരു മാർഗ്ഗമില്ലാതെ ഇവിടെ വന്ന് സ്ഥലം എടുത്തേക്കണം. സ്ഥലം എടുത്ത് ഈ ആനക്കാട്ടി വന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ ആണെങ്കിൽ എന്നാ അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും എനിക്ക്? ഇതിന് രേഖയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഇത് പട്ടയുള്ള 70 സെന്റ് സ്ഥലത്തിന് പട്ടയുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ കോടതിയിൽ പേപ്പർ ഉള്ളതാണ്. ഒരു കാരണവശാലും വേറെ ഒന്നും പേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പട്ടയമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് കയ്യേറ്റക്കാർ തോമസിന് സ്ഥലം പാട്ടത്തിന് നൽകിയത്. റവന്യൂ വകുപ്പ് നിയമ നടപടി ആരംഭിച്ചതോടെ കോടതി ഉത്തരവുണ്ടെന്നും ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിലെ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ച് സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത് ഒരു കർഷകന്റെ വർഷങ്ങളുടെ അധ്വാനവും മുന്നോട്ടുള്ള ജീവിതവുമാണ്. റവന്യൂ ഭൂമി പാട്ടത്തിന് നൽകിയതിലൂടെ കയ്യേറ്റക്കാർക്ക് ലഭിച്ചത് ലക്ഷങ്ങളും. ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ പ്രഭാത കേരളം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നാണ് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിയതല്ലേ. ഇനിയിപ്പോൾ 10 മിനിറ്റ് കൂടി സഭ തുടങ്ങാൻ മിച്ചമുള്ളൂ. സ്വാഭാവികമായും സഭ ഇന്ന് വലിയ തോതിൽ സംഭവിക്കാനിരിക്കുന്നത്. സഭയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതെല്ലാം എല്ലാ പ്രേക്ഷകർക്കും, പ്രഭാത കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. മനോഹരമായ ഒരു ദിവസമാകട്ടെ. നമസ്കാരം.